അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ചരക്ക് കപ്പലിടിച്ച് പാലം തകർന്ന് കാണാതായ 6 തൊഴിലാളികളും മരിച്ചെന്ന് കോസ്റ്റ് ഗാർഡ്. പാലം പുനർനിർമ്മിക്കാനുള്ള മുഴുവൻ ചെലവും ഫെഡറൽ സർക്കാർ വഹിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. ദുഷ്കരമാണെന്ന് വ്യക്തമാക്കി രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതിന് തൊട്ടുമുൻപാണ് കാണാതായ 6 പേരും മരിച്ചുവെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചത്. 2 പേരെ ഇന്നലെ രക്ഷിച്ചിരുന്നു. കപ്പലിന്റെ നിയന്ത്രണം നഷ്ടമായെന്ന് ജീവനക്കാർ അറിയിച്ചതിന് പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ മേരിലാൻഡ് ഗതാഗത വകുപ്പ് പാലമടച്ചതാണ് വൻ ദുരന്തമൊഴിവാക്കിയത്. പാലം പുനർനിർമ്മിക്കാനുള്ള മുഴുവൻ ചെലവും ഫെഡറൽ സർക്കാർ വഹിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ബാൾട്ടിമോർ തുറമുഖത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് പുറപ്പെട്ട ദാലി എന്ന ചരക്ക് കപ്പലിലെ വൈദ്യുതി ബന്ധം നിലച്ചതാണ് അപകട കാരണം. കഴിഞ്ഞ വർഷം ചിലിയൻ തുറമുഖമായ സാൻ ആന്റോണിയോയിൽ നടത്തിയ പരിശോധനകളിൽ കപ്പലിന് പ്രൊപ്പൽഷൻ പ്രശ്നങ്ങൾ കണ്ടെത്തിയിരുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. കപ്പലിലുള്ള ഇന്ത്യക്കാരായ 2 കപ്പിത്താന്മാരടക്കം 22 ജീവനക്കാരും സുരക്ഷിതരാണ്. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളിയായ രാജേഷ് ഉണ്ണിയുടെ ചരക്ക് കപ്പൽ കമ്പനിയായ സിനർജി മറൈൻ ഗ്രൂപ്പിന്റേതാണ് അപകടത്തിൽപ്പെട്ട കപ്പൽ. ഇന്റർനാഷണൽ ഡെസ്ക് 24.